നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു റെസ്റ്റോറൻറ്റിനെ ഒരു ബ്രാൻഡായിട്ട് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക എന്നുള്ളതാണ്. ഇന്ന് നമുക്കറിയാം, ഇന്ന് വിപണി മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ബ്രാൻഡുകളെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഓരോ ആളുകളും അവരുടെ പർച്ചേസ് രീതിയെ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ബ്രാൻഡിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ബ്രാൻഡിൽ ആളുകൾക്ക് വിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ബ്രാൻഡിലേക്ക് ആളുകൾ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്നു. ഒരു ബ്രാൻഡഡ് അല്ലാത്തൊരു ഉൽപ്പന്നം വാങ്ങുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സംശയങ്ങളാണ്. ഇത് ക്വാളിറ്റി ഉള്ളതാണോ, ഇത് വാങ്ങിക്കഴിച്ചാൽ ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ, തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ ഒരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റുകളാണ് നമുക്ക് കിട്ടുന്നത്, എങ്ങനെയാണ് ഒരു ബ്രാൻഡ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക, ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ബ്രാൻഡിന് ആദ്യം ഉണ്ടാവേണ്ടത് ഒരു ബ്രാൻഡ് സ്റ്റോറിയാണ്. ഇമോഷണലി നിങ്ങളുടെ ഓഡിയൻസുമായിട്ട് കണക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ബ്രാൻഡ് സ്റ്റോറി നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. എന്തിനു വേണ്ടി ഈ ബ്രാൻഡിലേക്ക് ഓഡിയൻസ് ആയിട്ടുള്ള ആളുകൾ കടന്നു വരണം എന്നുള്ളതിന് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഇമോഷണൽ ടച്ച് നിങ്ങളുടെ ഓഡിയൻസിലേക്ക് കൊടുക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള ഒരു ബ്രാൻഡ് സ്റ്റോറി നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുക എന്നുള്ളതാണ് ബ്രാൻഡ് ബിൽഡിങ്ങിൻ്റെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് വിഷ്വൽ ഐഡന്റിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ്. ഒരു കളർ പാറ്റേൺ ഉണ്ടാവണം, ഒരു ലോഗോ ഉണ്ടാവണം, ഒരു ബ്രാൻഡ് നെയിം ഉണ്ടാവണം. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൂടിച്ചേരുന്ന ഒരു വിഷ്വൽ ഐഡന്റിറ്റി നിങ്ങൾക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് കഴിയണം. ഇതെന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം, നമ്മുടെ സുഹൃത്തുക്കളെയോ നമ്മുടെ പരിചയക്കാരെയോ ഒക്കെ നമ്മൾ തിരിച്ചറിയുന്നത് അവരുടെ ഫേസ്, അവരുടെ ആ ഒരു രൂപം, അവരുടെ സംസാരം തുടങ്ങിയ കാര്യങ്ങളിലൂടെയാണ്, അല്ലേ? അപ്പൊ ഇതേപോലെ തന്നെ നിങ്ങളുടെ ബ്രാൻഡിനെ മറ്റുള്ളവർ തിരിച്ചറിയുന്നതും ഈ പറയുന്ന വിഷ്വൽ ഐഡന്റിറ്റിയിലൂടെയാണ്. അപ്പോൾ അവരെ ഈ തിരിച്ചറിയുന്നത് പോലെ, നിങ്ങളുടെ സുഹൃത്തുക്കളെയും ഫ്രണ്ട്സിനെയും ഒക്കെ നിങ്ങൾ തിരിച്ചറിയുന്നത് പോലെ നിങ്ങൾക്ക് ഒരു ബിസിനസ്സിനെ അല്ലെങ്കിൽ ഒരു ബ്രാൻഡിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് കഴിയണം. അങ്ങനെ കഴിയണമെങ്കിൽ വിഷ്വൽ ഐഡന്റിറ്റി നിർബന്ധമാണ്. അതേപോലെ തന്നെയാണ് ബ്രാൻഡ് വോയിസ്. ബ്രാൻഡ് വോയിസ് എന്ന് പറയുന്നത് നമ്മളൊരു സോഷ്യൽ മീഡിയയിലൂടെയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു യൂട്യൂബിലൂടെയോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൂടെയോ നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ ഓഡിയൻസിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ വീഡിയോയിലൂടെയും നമ്മളുടെ മറ്റുള്ള വിഷ്വൽ മാധ്യമങ്ങളിലൂടെയും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ വോയിസ് ഒരേ പാറ്റേണിക് വോയിസ് ആയിരിക്കണം. ഒരേ രൂപത്തിൽ ഇമോഷണലി കണക്ഷൻ നമ്മുടെ ഓഡിയൻസിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ബ്രാൻഡ് വോയിസുകളായിരിക്കണം നമ്മൾ കൊടുക്കുന്നത്. ബ്രാൻഡ് വോയിസ് എന്ന് പറഞ്ഞാൽ വെറും ശബ്ദം മാത്രമല്ല, അതിൻ്റെ ഫീലിങ്സ്, അതേപോലെ തന്നെ അതിൻ്റെ വിഷ്വൽ എലമെന്റ്സുകൾ എല്ലാം ഒരേ രൂപത്തിലായിരിക്കണം. ഇതിനെയാണ് നമ്മൾ ബ്രാൻഡ് വോയിസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കൺസിസ്റ്റൻസി. നമുക്കറിയാം, നമ്മുടെ റെസ്റ്റോറൻറ്റിൽ നമ്മൾ കൊടുക്കുന്ന ഫുഡിൻ്റെ, നമ്മുടെ സർവീസിൻ്റെ എല്ലാം ക്വാളിറ്റി കൺസിസ്റ്റൻ്റ് ആയിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയണം. ഇന്നലെ വന്ന കസ്റ്റമർ ഇന്ന് വരുന്ന സമയത്ത് ഇന്നലെ കൊടുത്ത അതേ ഗ്രീറ്റിംഗ്സ് നമുക്ക് ഇന്ന് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ലെങ്കിൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. അവിടെ കൺസിസ്റ്റൻസി ഫെയിലിയറാണ്, അല്ലേ? അതേപോലെ ഫുഡിൻ്റെ ക്വാളിറ്റി, ഫുഡിൻ്റെ ടേസ്റ്റ്, ഫുഡിൻ്റെ ക്വാണ്ടിറ്റി, ഫുഡിൻ്റെ പ്രസൻറ്റേഷൻ, ഇതെല്ലാം കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്നതിലേക്ക് ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ വളരെയധികം എന്തായിരിക്കണം, ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. അതേപോലെ തന്നെയാണ് നിങ്ങളുടെ ഓഡിയൻസിൻ്റെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യപ്പെടേണ്ടതുണ്ട്. ഈ ഒരു ബ്രാൻഡിൽ നിന്ന് ഞാനൊരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് പ്രസ്റ്റീജ് ഉണ്ട്, എനിക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കിട്ടും, എനിക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടും, എനിക്ക് നല്ലൊരു ആംബിയൻസിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് കഴിയും, എനിക്ക് നല്ലൊരു സർവീസ് കിട്ടും തുടങ്ങിയ അവർ പ്രതീക്ഷിക്കുന്ന അവരുടെ പ്രിഫറൻസിലുള്ള ആ ഒരു ട്രസ്റ്റ് നിങ്ങളിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് കഴിയണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളുമ്പോഴാണ് നിങ്ങളൊരു ബ്രാൻഡായിട്ട് മാറുന്നത്. ഒന്ന്, നിങ്ങളുടെ ബ്രാൻഡ് സ്റ്റോറി നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റണം. രണ്ട്, നിങ്ങൾക്ക് നല്ലൊരു വിഷ്വൽ ഐഡന്റിറ്റി കൊണ്ടുവരാൻ വേണ്ടി പറ്റണം. നിങ്ങൾക്കൊരു ബ്രാൻഡ് വോയിസ് ഉണ്ടായിരിക്കണം. നിങ്ങളുടെ എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. നിങ്ങളുടെ ബ്രാൻഡിൽ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കഴിയണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബ്രാൻഡായിട്ട് നിങ്ങൾക്ക് വിപണിയിൽ മാറാൻ വേണ്ടിയിട്ട് കഴിയും. താങ്ക് യു.